ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററോടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അല്ലെ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് തേർഡ് മൊഡ്യൂളായ ജെൻഡർ എന്ന് പറയുന്ന മൊഡ്യൂൾ. സോ ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഫയർ എന്ന് പറയുന്ന നികിത ഗില്ലിന്റെ ഒരു പോയം. സോ നമ്മൾ ഇതുപോലെ തന്നെ റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന ബുക്കിലെ ഓൾമോസ്റ്റ് കുറെ ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റ് ആയിക്കൊണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ അത് ചെക്ക്ഔട്ട് ചെയ്താൽ തന്നെ റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഒപ്പം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തെടുത്തോളൂ. ആൻഡ് മറക്കാതെ തന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഫസ്റ്റ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് ഫയർ എന്ന് പറയുന്ന നികിത ഗിൽ എഴുതിയിട്ടുള്ള ഒരു കൊച്ചു പോയട്ടോ. വെറും 15 ലൈൻസ് മാത്രമേ ഉള്ളൂ. അതും ചെറിയ ചെറിയ ലൈൻസ് ആണ്. വളരെ മനോഹരമായ ഒരു പോയമാണ്. വളരെ ചെറിയൊരു പോയം തന്നെയാണ്. പക്ഷേ അതിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കേട്ടോ. സോ നമ്മളെ പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എഴുതിയിട്ടുള്ള നമ്മുടെ എഴുത്തുകാരിയായ നികിത ഗില്ലിനെ കുറിച്ച് ഒരു സ്റ്റോറി പോലെ നോക്കാം. നമ്മുടെ എഴുത്തുകാരി നികിത ഗിൽ ഒരു കാശ്മീരി സിഖ് റൈറ്റർ ആണ് കേട്ടോ. ഹു വാസ് ബോൺ ഇൻ ബെൽഫാസ്റ്റ്. പക്ഷേ അവർ വളർന്നത് ഇന്ത്യയിലെ ഹരിയാനയിലായിരുന്നു കേട്ടോ. ആൻഡ് അവരെ കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ അവർ ഒരു ഇൻസ്റ്റാ പോയറ്റ് ആണ്. അതായത് അവർ അവരുടെ പോയംസും സ്റ്റോറീസ് എല്ലാം ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. ആൻഡ് ഷീ ഹാസ് 600,000 ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആദ്യമായിട്ടാണല്ലേ ഇത്ര ന്യൂജൻ ആയിട്ടുള്ള ഒരു പോയറ്റിനെ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ, അതായത് നികിത ഗില്ലിനെ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അവരുടെ പേജ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാം. ഫിനാൻ റഹ്മാൻ CP ആണ് എന്റെ ഇൻസ്റ്റ ID. സോ നമുക്ക് നികിത ഗില്ലിലേക്ക് തിരിച്ചു വരാം. അവരുടെ ഫസ്റ്റ് വർക്ക് പബ്ലിഷ് ചെയ്തത് അവരുടെ 12ാമത്തെ വയസ്സിലായിരുന്നു. ആൻഡ് അവരുടെ വർക്ക് എന്ന് പറയുന്നത് 137 തവണ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് അവരുടെ കുട്ടിക്കാലം തൊട്ടേ അവർക്ക് ഇൻസ്പിറേഷൻ നൽകിയിരുന്നത് സിൽവിയ പ്ലാത്തും മായ അഞ്ജലിയും ആൻഡ് നമ്മുടെ റോബർട്ട് ഫോസ്റ്റൊക്കെയാണ് കേട്ടോ. ആൻഡ് നമ്മുടെ നികിത ഗില്ലിന്റെ മിക്ക പോയംസും ഫോക്കസ് ചെയ്തിരുന്നത് ലവിനെ കുറിച്ചും അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് റീടെലിംഗ്സ് ഓഫ് ഫെയറി ടൈൽസും ആൻഡ് ഗ്രീക്ക് മിത്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നികിത ഗില്ലിന്റെ നമുക്ക് പഠിക്കാനുള്ള ഫയർ എന്നുള്ള പോയം വളരെ പവർഫുള്ളും അതുപോലെ തന്നെ ഒരു ഫെമിനിസ്റ്റ് രൂപത്തിലുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു പോയമാണ് കേട്ടോ. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഷോർട്ടായ വെറും 15 ലൈൻസ് ഉള്ള ഒരു ഷോർട്ട് പോയമാണ് ഫയർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ കഥാകാരിയായ നികിത ഗിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വുമൻസിനുള്ള ഒരു അഡ്വൈസ് ആയിട്ടാണ് ഈ ഒരു പോയം അവർ കണക്കാക്കുന്നത്. അതായത് പെട്രിയാർക്കൽ സൊസൈറ്റിയിൽ വിമൻസിനെ ആളുകൾ അഡ്വാൻറ്റേജ് എടുക്കുകയാണെന്നാണ് നികിത ഗിൽ കാണിച്ചു വരുന്നത്. സോ നമുക്ക് കൂടുതലൊന്നും പോയത്തെ കുറിച്ച് പറയാതെ നേരെ നമ്മുടെ ടെക്സ്റ്റിലേക്കാണ്. റിമെമ്പർ വാട്ട് യു മസ്റ്റ് ഡു when they undervalue you, when they think your softness is your weakness, when they treat your kindness like it is their advantage. സോ നമ്മുടെ പോയം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിമെമ്പർ വാട്ട് യു മസ്റ്റ് ഡു. എപ്പോഴും ഓർമ്മിക്കുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആരോടാണ് ഇത് പറയുന്നത്? അതായത് വിമൻസിനോടാണ് ഇത് പറയുന്നത് കേട്ടോ. അത് നമ്മുടെ പോയറ്റ് വിമൻസിനോടാണ് പറയുന്നത്. വെൻ എപ്പോഴാണ് ഇത് ഓർക്കേണ്ടത്? വെൻ ദേ അണ്ടർ വാല്യൂ യു. ഇവിടെ ദേ എന്ന് പറയുന്നത് പെട്രിയാർക്കൽ സൊസൈറ്റി, അതായത് പുരുഷാധിപത്യത്തെയാണ് പറയുന്നത് കേട്ടോ. അവര് നിന്നെ അണ്ടർ വാല്യൂ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വെൻ ദേ തിങ്ക് യുവർ സോഫ്റ്റ്നെസ് ഇസ് യുവർ വീക്ക്നെസ്, അതായത് നിന്റെ ഒരു മൃദുത്വം നിന്റെ ഒരു ബലഹീനതയാണെന്ന് അവർ കണക്കാക്കുമ്പോൾ, അവരങ്ങനെ ആലോചിക്കുമ്പോൾ നീ ഇത് ഓർക്കണം. എന്ത്? നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളിത് ഓർക്കണം. വെൻ ദേ ട്രീറ്റ് യുവർ കൈൻഡ്നെസ്, നിന്റെ ദയയെ അവരൊരു അഡ്വാൻറ്റേജ് ആയി ട്രീറ്റ് ചെയ്യുമ്പോഴും നീ ഇത് ഓർക്കണം എന്നാണ് നികിത ഗില്ല് നമ്മുടെ വിമനോട് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് റിമെമ്പർ ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ വിമൻ റിമെമ്പർ ചെയ്യേണ്ടത്, ഓർമ്മിച്ചെടുക്കേണ്ടതെന്ന് നികിത ഗില്ലിന് തോന്നുന്നത് നമുക്ക് നോക്കാം. യു അവേക്കൻ എവ്രി ഡ്രാഗൺ, എവ്രി വൂൾഫ്, എവ്രി മോൺസ്റ്റർ ദാറ്റ് സ്ലീപ്സ് ഇൻസൈഡ് യു. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കവയിത്രിയായ നികിത ഗില്ല് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഡ്രാഗണെയും അതുപോലെ തന്നെ വൂൾഫിനെയും അതുപോലെ തന്നെ മോൺസ്റ്ററിനെയും എല്ലാം എണ്ണയിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഡ്രാഗണും വൂൾഫും മോൺസ്റ്ററൊക്കെ ഉണ്ടാവും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് നികിത ഗില്ല് പറയുന്നു ഓരോ വിമന്റെ ഉള്ളിലും ഒരു ഫയർ ഉണ്ടെന്ന് പറയാൻ, ഒരു തീ ഉണ്ടെന്ന് പറയാൻ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഡ്രാഗണെയും വൂൾഫിനെയും ഒക്കെ നമുക്കൊരു ഇമേജ് തന്നിട്ടുള്ളത്. സോ നികിത ഗില്ല് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ത്രീയുടെയും ഉള്ളിൽ എരിയുന്ന തീ ഉണ്ടെന്നാണ്. ദർ ഇസ് ഇനഫ് പൊട്ടൻഷ്യൽ ഇൻ എവരി വുമൺ എന്നാണ് നികിത ഗില്ല് നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് യു റിമൈൻഡ് ദം വാട്ട് ഹെൽ ലുക്സ് ലൈക്ക് when it wears
ദ സ്കിൻ ഓഫ് എ ജെന്റിൽ ഹ്യൂമൻ. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മുടെ കവിയത്രിയായ നികിത ഗില്ല് പറയുകയാണ്, നീ അവരെ വീണ്ടും ഓർമ്മിപ്പിക്കണം. എന്ത്? ഒരു മനുഷ്യന്റെ സ്കിന്നുമായുള്ള ഒരു നരകം എങ്ങനെയായിരിക്കുമെന്ന് നീ അവരെ ഓർമ്മിപ്പിക്കണം. അതായത് നികിത ഗില്ല് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ വുമന്റെയും ഉള്ളില്, അതായത് അവരുടെ സ്കിന്നിന്റെ ഉള്ളില്, ഓരോ വുമന്റെയും ഉള്ളില് ഒരു കത്തിജ്വലിക്കുന്ന നരകാഗ്നി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഓരോ വിമന്റെയും ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെന്ന് പറയുകയാണ്, ഒരു തീ ജ്വാലയുണ്ടെന്ന് പറയുകയാണ്. അത് എന്തിനു വേണ്ടി എന്നാണ് നമ്മുടെ കവി പറയുന്നത്? അതായത് പെട്രാക്കൽ സൊസൈറ്റിയിൽ അവർക്കെതിരെ അഡ്വാൻറ്റേജസ് എടുക്കുന്നുണ്ട്, അതിനെതിരെ പ്രതികരിക്കാനായിരിക്കണം ഈ അഗ്നിജ്വാല ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മുടെ കഥാകാരിയായ നികിത ഗില്ല് പറയുന്നത് കേട്ടോ. സോ നമുക്കിത് വളരെ ചെറിയൊരു പോയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഡസ് യുവർ സോഫ്റ്റ്നെസ് ഈസ് യുവർ വീക്ക്നെസ് മീൻസ്? എന്താണ് നിന്റെ സോഫ്റ്റ്നെസ്, അതായത് നിന്റെ മൃദുത്വം നിന്റെ വീക്ക്നെസ് ആണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം അല്ലെ, വുമൻസ് പൊതുവെ മെന്നുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യാറുള്ളത് അല്ലെ. അപ്പോൾ ആ ഒരു സംഭവം മെന്ന് അഡ്വാൻറ്റേജ് ആയി എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പോയം? അതായത് നമ്മുടെ ഈ പോയത്തിന്റെ ടോൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം അല്ലെ, എന്താണ്, ഒരു ആങ്കറിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതായത് ഈ പോയത്തിന്റെ ടോൺ എന്ന് പറയുന്നത് ആങ്കർ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ യു റിമൈൻഡ് ദം വാട്ട് ദ ഹെൽ ലുക്സ് ലൈക്ക് വെൻ ഇറ്റ് വിയർസ് ദ സ്കിൻ ഓഫ് എ ജെന്റിൽമാൻ? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തേർഡ് പറഞ്ഞ സ്റ്റാൻസയിൽ അതെന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത് അല്ലെ, ഓരോ വിമന്റെയും ഉള്ളിൽ ഒരു തീ ജ്വാല, ഒരു നരകത്തിന് തുല്യമായ ഒരു തീ ജ്വാല ഉണ്ടെന്നാണ് പറയുന്നത്. അത് എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? വിമൻസിനെതിരെ അഡ്വാൻറ്റേജ് എടുക്കുമ്പോൾ, പെട്രാക്കൽ സൊസൈറ്റി അഡ്വാൻറ്റേജ് എടുക്കുമ്പോഴാണ് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മുടെ കവി പറയുന്നത്. ഓക്കെ, ഫോർത്ത് വൺ, വാട്ട് ഡസ് എവരി ഡ്രാഗൺ, എവരി വൂൾഫ്, എവരി മോൺസ്റ്റർ മീൻ? എന്താണ് ഡ്രാഗൺ, വൂൾഫ്, മോൺസ്റ്റർ എന്നതുകൊണ്ടൊക്കെ നമ്മുടെ കവി ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. എന്താണത്? അതായത് ഓരോ സ്ത്രീയുടെ ഉള്ളില് ഒരു തീ ഉണ്ടെന്നാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ, ഫിഫ്ത് വൺ, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ പോയം ഫയർ ബൈ നികിത ഗിൽ? എന്താണ് ഫയർ എന്ന പോയത്തിന്റെ ഒരു മെയിൻ തീം? എന്താ? നമുക്ക് ഈസിലായി തന്നെ നമ്മൾ പഠിച്ചു അല്ലെ. എന്താണത്? പെട്രാക്കൽ സൊസൈറ്റിയിൽ വിമൻസിനെ മറ്റുള്ളവർ അഡ്വാൻറ്റേജ് എടുക്കുമ്പോൾ വിമൻസിന് വേണ്ടിയുള്ള ഒരു അഡ്വൈസ് ആണ് ദ മെയിൻ തീം ഓഫ് ദിസ് പോയം അല്ലെ. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഇതിന്റെ പിന്നാലെ വരുന്നതായിരിക്കും. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോനെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു ഒരു ബ്ലൂ ഹാർട്ട് കമന്റ് ചെയ്യുക. സോ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്ലാസ് കാണാം. ലെറ്റ്സ് പാസ് ഡിഗ്രി.